ഇന്നത്തെ കളക്ഷൻ കൃത്യമല്ലേ സുദേവ? എടോ പോയി നോക്ക്. സോർ. എത്ര എണ്ണം ഉണ്ടോ? 4 സർ. എടുത്തു വയ്ക്കേ. എല്ലാവർക്കും ഉള്ളത് കൃത്യമായിട്ടുണ്ടല്ലോ. ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന അസിസ്റ്റന്റ് നഴ്സ് മുതൽ ഹോസ്പിറ്റൽ മേലധികാരി വരെ എത്തുന്ന ഈ ചെയിൻ സിസ്റ്റത്തിലെ ഉള്ളറകൾ തേടി വെറുതെ ഒന്ന് സംശയിച്ച് പിന്തുടർന്നതാ. എത്തി നിൽക്കുന്നത് ദാ ഇവിടം വരെ. ഇങ്ങോട്ട് നീക്ക്. ഡോക്ടർ, ഈ അറ്റൻഡർ സുധേവൻ ഇപ്പോൾ കൈമാറിയ 4 ഓപ്പറേഷൻ കിറ്റുകളുടെ കാര്യത്തിൽ എന്ത് മറുപടിയാ ഡോക്ടർക്ക് പറയാനുള്ളത്? ഇത് 4ഉം ഇന്ന് നടന്ന 4 ഓപ്പറേഷനുകൾക്കായി അതാത് രോഗികളുടെ ബന്ധുക്കളെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. ഞാനും വാങ്ങിച്ചു ഒരെണ്ണം, സുധാകരൻ എന്ന രോഗിയുടെ ബൈസ്റ്റാൻഡറായി നിന്നുകൊണ്ട്. പക്ഷേ ഈ 4 കിറ്റുകളും ഇന്ന് നടന്ന ഓപ്പറേഷനിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അതെന്താ കാര്യം? അത് പിന്നെ ഓപ്പറേഷൻ ആവശ്യമുള്ള എക്യുപ്മെന്റുകൾ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്തിനാ പാവപ്പെട്ട രോഗികളുടെ ബന്ധുക്കളെ കൊണ്ട് ഇത്രയധികം സർജിക്കൽ എക്യുപ്മെന്റ്സ് നിങ്ങൾ വാങ്ങിപ്പിച്ചത്? ഇവരുടെ ഇവിടുത്തെ ബിസിനസ് നടക്കാൻ ഇതിലാർക്കും നഷ്ടങ്ങളില്ലല്ലോ. ഒരു മാസം പണിയെടുത്താ അക്കൗണ്ടിൽ വരുന്നത് ലക്ഷങ്ങളാ. മാഡം, ഈ സുദേവിന്റെ വീടൊന്ന് കാണണം. സാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു? പിന്നെ സാർ വരാതിരിക്കോ? നിന്റെയൊക്കെ ആസ്തി എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ ഇവിടെ നിന്ന് എത്രത്തോളം കട്ടിട്ടുണ്ടെന്ന് അറിയാൻ പറ്റൂ. മാഡം, സ്വിമ്മിംഗ് പൂൾ ഇല്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ആ വീട്ടിലുണ്ട്. ഒരു അറ്റൻഡറുടെ വീട് ഇങ്ങനെയാണെങ്കിലേ ഡോക്ടർമാരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും വീട് ഏത് രീതിയിലായിരിക്കും? പാവപ്പെട്ടവരുടെ കാശല്ലേ മാഡം, കണക്കില്ലല്ലോ. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. എഡ്വിൻ നെൽസൺ ജോർജ്. മനോഹരമായ പേര്. പക്ഷെ കയ്യിലിരിപ്പ് നമ്മളാരും ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലും ഇലയ്ക്കും മുള്ളിനും കേടുവരാതെ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിരുദൻ. നഹാസെ മാഡം, ഇയാൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള എക്യുപ്മെന്റ്സ് നൽകിക്കൊണ്ടിരിക്കുന്ന ആളാ. ഇയാളുടെ ഒരു കിറ്റ് ഓപ്പറേഷൻ കഴിയുന്നതുവരെ പൊട്ടിക്കാതെ സുരക്ഷിതമായി ഇരിക്കുന്നതിനാണ് ഇയാൾക്ക് കാശ് കിട്ടുന്നത്. കൊണ്ടുപോകുന്ന സാധനങ്ങൾ യാതൊരു കേടുപാടും കൂടാതെ അതുപോലെ തിരിച്ചിങ്ങ് കിട്ടുകയും ചെയ്യും. കൂടെ അതിന്റെ വാടക ഇനത്തിലുള്ള പണവും കിട്ടും. ഇയാളിൽ നിന്ന് പോയി ഇയാളിലേക്ക് തന്നെ എത്തിച്ചേരുന്ന വിചിത്രമായ ഈ ചെയിൻ സിസ്റ്റത്തിന്റെ പിന്നിൽ തെളിയുന്നത് വലിയൊരു തട്ടിപ്പിന്റെ പിന്നാമ്പുറ കഥകൾ തന്നെയാ. സുധാകരൻ എന്ന പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറായി വന്നത് ഞാൻ തന്നെയാ.